2026-25 സമകാലീന ഇന്ത്യ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട, രാഷ്ട്രീയ അർത്ഥത്തിൽ മാത്രമല്ല സാംസ്കാരിക അർത്ഥത്തിലും വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ലൂഷൻ്റെ കവിതയുടെ പേര് നമ്മൾ ജനായത്തത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഏറ്റവും പ്രസക്തമായ ഒരു തലക്കെട്ടാണ് ലൂഷൻ തൻ്റെ കവിതയ്ക്ക് നൽകിയിരിക്കുന്നത്. ഓൺ എക്സ്പ്രസിങ് ആൻ ഒപ്പീനിയൻ, ഒരഭിപ്രായം പ്രകടിപ്പിക്കുന്നതിനെക്കുറിച്ച് എന്നാണ് അദ്ദേഹം കവിതയ്ക്ക് നൽകിയ പേര്. ഈ പേര് കേൾക്കുമ്പോൾ നമുക്ക് തോന്നാവുന്ന ഒരു കാര്യം, ഒരഭിപ്രായം പ്രകടിപ്പിക്കാൻ, പ്രകടിപ്പിക്കപ്പെട്ട അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ ഇത്രയൊക്കെ പ്രയാസമുണ്ടോ? അത്തരമൊരു അതിജീവനത്തിൻ്റെ സംഘർഷമാണ് ലൂഷൻ്റെ കവിത അവതരിപ്പിക്കുന്നത്. ആ കവിതയിൽ പറയുന്നത്, ഒരുപക്ഷെ ഇത്ര ആളുകൾ വിദ്യാർത്ഥികളാണ് എന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ, ഇതൊരു ക്ലാസ് മുറിയാണ് എന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ, ഇതുപോലൊരു ക്ലാസ് മുറിയിലാണ്. പ്രത്യേകിച്ച് ഞാൻ ചൂണ്ടിക്കാണിച്ചു, ജൂലൈ 25 ജന്തർ മന്ദറിനെ വലിയൊരു പാഠശാലയാക്കി മാറ്റിയ മഹാപ്രക്ഷോഭത്തിൻ്റെ സ്മരണകൾ ഇരമ്പുന്ന, ഒരിക്കലും ഭൂതകാലമാവാൻ സമ്മതിക്കാത്ത, ഇന്ത്യ ചരിത്രത്തിൽ ഒരു നിത്യവർത്തമാനകാലമായി നിലനിൽക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ജൂലൈ 25 ജന്തർ മന്ദറിനെ വലിയൊരു ക്ലാസ് മുറിയാക്കുകയും പ്രക്ഷോഭം ഇന്ത്യ ചരിത്രത്തിലെ വായിച്ചു തീരാത്ത വലിയൊരു പാഠപുസ്തകമായി തീരുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിലാണ് ലൂഷൻ്റെ കവിത പ്രസക്തമാകുന്നത്. കവിത ആരംഭിക്കുന്നത് ഒരു ക്ലാസ് മുറിയിലാണ്. ക്ലാസ് മുറിയിലേക്ക് കടന്നു വന്ന അധ്യാപകൻ പറഞ്ഞു, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു പാഠവും പഠിപ്പിക്കുന്നില്ല, ക്ലാസ് എടുക്കുന്നില്ല. അത് കേട്ടതോടുകൂടി തന്നെ കുട്ടികൾ തുള്ളിച്ചാടാൻ തുടങ്ങി. അപ്പം അധ്യാപകൻ പറഞ്ഞു, ഇന്ന് നിങ്ങൾ ഒരു പ്രബന്ധം എഴുതണം. അപ്പോൾ കുട്ടികൾക്ക് വലിയ പ്രയാസമായി. ആ പ്രബന്ധം ഇതായിരുന്നു, എങ്ങനെയാണ് ഒരു അഭിപ്രായം പ്രകടിപ്പിക്കുക, അതേക്കുറിച്ചാണ് പ്രബന്ധം എഴുതേണ്ടത്. അപ്പോൾ കുട്ടികൾക്ക് ആകെ പ്രയാസമായി. കുട്ടികൾ എന്ന് പറഞ്ഞാൽ നിങ്ങളും ഞാനും ഒക്കെ തന്നെയാണ്. ജനായത്തത്തിൽ അതിൻ്റെ പ്രാണനാണ്. ഉചിതമായ സമയത്ത് പ്രസക്തമായ അഭിപ്രായങ്ങൾ രൂപപ്പെടുത്തുക എന്നുള്ളത്, അതിൽ വൈവിധ്യങ്ങൾക്ക് ധാരാളം സാധ്യതയുണ്ട്. അതുകൊണ്ട് അഭിപ്രായം പ്രകടിപ്പിക്കാൻ, അതേക്കുറിച്ചൊരു പ്രബന്ധം എഴുതാൻ പറഞ്ഞപ്പോൾ ആ ക്ലാസ്സിലെ കുട്ടികൾക്ക് പ്രബന്ധം എഴുതാൻ എങ്ങനെ പറയുമെന്ന് തന്നെ പ്രയാസപ്പെടുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ എഴുതും വലിയ പ്രശ്നമായി. ഒരു കാര്യം നമുക്കും പരിശോധിച്ച് നോക്കാവുന്നതാണ്. ഞാൻ പറയുന്നത്, നിങ്ങൾ പറയുന്നത് പറച്ചിൽ നിർത്തിയിട്ട് ഒരു കടലാസ് എടുത്തിട്ട് എഴുതാൻ വേണ്ടി തുടങ്ങുമ്പോൾ നമ്മൾ കുറച്ച് പറയുന്ന അത്ര എളുപ്പത്തിൽ നമുക്ക് എഴുതാൻ പറ്റില്ല. കാരണം മാൻ ദി തിങ്കർ, ചിന്തിക്കുന്നവർ, മനനം ചെയ്യുന്നവർ, നമ്മൾ ഒന്നുകൂടി ആലോചിക്കും എഴുതുമ്പോൾ. കാരണം പറച്ചിൽ ചിലപ്പം പതിരു പോലെ കാറ്റിൽ പറന്നു പോകാം. ഇന്നത്തെ കാലത്ത് പൂർണ്ണമായിട്ടും പറന്നു പോവില്ല, റെക്കോർഡ് ചെയ്യപ്പെടും. പക്ഷേ എഴുത്ത് ഡോക്യുമെൻ്റാണ്, രേഖയാണ്. കല്ലിൽ കൊത്തിവെച്ച പോലെ അവിടെ കിടക്കും. മാത്രമല്ല അതിന് വേറൊരു കുഴപ്പമുണ്ട്, എഴുതി കഴിയുന്നതോടെ അത് ഓർഫനാണ്, അനാഥമാണ്. ഇനി എഴുതിയ ആളിൻ്റെ പേര് ചുവടെ എഴുതിയാലും ആ പറഞ്ഞ ആൾ പറഞ്ഞ സന്ദർഭത്തിലുള്ള അർത്ഥം മാത്രമേ അതിനുണ്ടാവൂ എന്നൊരു ഉറപ്പുമില്ല. അതിനൊരു സ്വതന്ത്ര ജീവിതം കൈവരും. അതുകൊണ്ട് അഭിപ്രായം പ്രകടിപ്പിക്കുന്നതിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞപ്പോൾ കുട്ടികൾക്ക് എഴുതാൻ കഴിഞ്ഞില്ല. ഒരു കുട്ടി എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിച്ചു, സർ, എങ്ങനെയാണ് ഒരു അഭിപ്രായം പ്രകടിപ്പിക്കുക? ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ഏറെക്കുറെ ഭൂരിപക്ഷം വരുന്ന മനുഷ്യരുടെയും അവസ്ഥ ഇതാണ്. ഉചിതമായ സമയത്ത് ഉചിതമായ അഭിപ്രായം എങ്ങനെ പ്രകടിപ്പിക്കും? എന്തുകൊണ്ടാണ് അത് ഉയർന്നു വരാത്തത്? അഥവാ ഉയർന്നു വരുന്നുണ്ടെങ്കിൽ തന്നെ വേണ്ടത്ര ഉയർന്നു വരാത്തത് എന്തുകൊണ്ടാണ്? അതൊരു കാറ്റായി കടന്നു വരുന്നുണ്ടെങ്കിലും കൊടുങ്കാറ്റാവാത്തത് എന്തുകൊണ്ടാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ്. അപ്പോൾ അധ്യാപകൻ പറഞ്ഞു, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചിന്തിക്കേണ്ടല്ലോ, നിങ്ങളത് പകർത്തല്ലേ ചെയ്യാം. നമ്മളും പലപ്പോഴും പകർപ്പിൻ്റെ പകർപ്പായി പരിമിതപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്.
പകർത്തിയെഴുത്തിനെ പൊളിച്ചെഴുത്തുകൊണ്ട് പകരം വെക്കുന്ന ചരിത്രത്തെ ഏറ്റവും ചൈതന്യ നിർഭരമാക്കുന്ന കാലം വിപ്ലവങ്ങളുടെ കാലമാണ്, സമരങ്ങളുടെ കാലമാണ്, ഇടതടവില്ലാത്ത ഇടപെടലുകളുടെ കാലമാണ്. അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത്, അധ്യാപകൻ എങ്ങനെയാണ് അഭിപ്രായം പ്രകടിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം കുട്ടികൾക്ക് ആലോചിക്കാൻ പാകത്തിൽ ഒരു കഥ പറഞ്ഞു കൊടുത്തു. ആ കഥ വളരെ ചുരുക്കി ഞാൻ ഇങ്ങനെ അവതരിപ്പിക്കുകയാണ്. ആ കഥ ഇങ്ങനെയാണ്. ഒരു വീട്ടിൽ ഒരു കുഞ്ഞ് പറന്നു. എല്ലാവരും ആ വീട്ടിലേക്ക് ചെന്നു. ആ വീട്ടുകാർ പ്രതാപികളാണ്, വലിയ സമ്പന്നരാണ്. അവിടേക്ക് വന്ന ആളുകളും പൊതുവിൽ അയാളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും കുടുംബത്തെ അറിയുന്നവരുമാണ്. കുഞ്ഞ് പറക്കുന്നത് സാധാരണഗതിയിൽ ആഹ്ലാദകരമായിട്ടാണ് കരുതപ്പെടുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, കരുതപ്പെടുന്നത് എന്നൊക്കെ ഞാൻ പറയാൻ കാരണം, എല്ലാ സന്ദർഭത്തിലും ഒരു കുഞ്ഞ് ആഹ്ലാദകരമാവണമെന്നില്ല. പിറക്കുന്നതിന് മുമ്പ് തന്നെ കൊല ചെയ്യപ്പെടുന്ന എത്രയോ കുട്ടികൾ. കാലേക്കുറി പ്രസാദ് എന്ന ഒരു ബഹുജൻ കവി പറയുന്നുണ്ട്, ഞാൻ എന്നാണ് ജനിച്ചത് എന്ന് എനിക്കറിയില്ല, പക്ഷേ എത്രയോ നൂറ്റാണ്ടുകളായി ഞങ്ങളിവിടെ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നയാൾ പറയുന്നുണ്ട്. ജനിക്കുന്നതിന് മുമ്പേ ഗർഭപാത്രത്തിൽ വെച്ച് അലസിപ്പോകുന്നവർ എത്ര തുഞ്ചന്മാർ കുഞ്ചന്മാരും ക്രൂരമാം ജാതിയാൽ നൂനം അലസിപ്പോയി ഭാരതമാതാവേ നിൻ വയറ്റിൽ എന്ന് കവി ചോദിക്കുന്നത് പോലെ എത്രയോ പ്രതിഭാശാലികൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഇല്ലാതാക്കപ്പെട്ടിട്ടുണ്ട്, കൊല്ലപ്പെട്ടിട്ടുണ്ട്. ജാതി മേൽക്കോയ്മയും അതുപോലെ തന്നെ ഇന്നത്തെ ലോക പശ്ചാത്തലത്തിൽ കോർപ്പറേറ്റ് വൽക്കരണവും. അതുകൊണ്ട് 925 ലൂഷൻ കവിത എഴുതുമ്പോൾ അവിടെ ഈ രീതിയിലുള്ള പ്രശ്നങ്ങളില്ല. പക്ഷെ കുഞ്ഞ് പറഞ്ഞപ്പോൾ വന്നവർ നമുക്കറിയാം, ഔപചാരികതയ്ക്കൊരു പ്രത്യേകതയുണ്ട്. അത് വളരെ ഭംഗിവാക്കുകൾ കൊണ്ട് സുഖിപ്പിക്കും. ഈ ഭംഗിവാക്കുകൊണ്ട് സുഖിപ്പിക്കുന്നതിന് ഒരു കുഴപ്പമുണ്ട്. അത് കുറച്ച് സമയം ഒരു സംതൃപ്തി നൽകുള്ളൂ. അത് കൂടുതലായി കഴിഞ്ഞാൽ അത് അസഹ്യമായി തീരും. മാത്രമല്ല, അത് നമ്മെ കാര്യങ്ങളുടെ വേരിലേക്ക് കണ്ണു തുറക്കുന്നതിൽ നിന്ന് തടയും. അതുകൊണ്ട് ഈ വീട്ടിലേക്ക് വന്നവരൊക്കെ ഭംഗിവാക്കുകളാണ് പറഞ്ഞത്. ഒരാൾ പറഞ്ഞു, ഈ കുഞ്ഞു നിങ്ങളെപ്പോലെ വലിയ സമ്പന്നനാകും. വേറൊരാൾ പറഞ്ഞു, അപ്പോൾ വീട്ടുകാർക്ക് വലിയ സന്തോഷമായി. ഭംഗിവാക്ക് കേൾക്കുമ്പോൾ സന്തോഷിക്കാത്ത ആരാ ഉണ്ടാവുക? അപ്പം വീട്ടുകാർ ഇയാൾക്ക് സമ്മാനമൊക്കെ കൊടുത്തു. അയാൾ പോയി. വേറൊരാൾ വന്നു, ഈ കുഞ്ഞ് സമ്പന്നൻ മാത്രമല്ല, ഈ കുഞ്ഞ് നിങ്ങളെക്കാൾ വലിയ ഉദ്യോഗസ്ഥനാവും. സമ്പന്നനും ആവുക, പിന്നെ ഉദ്യോഗസ്ഥനും ആവുക. ആനന്ദത്തിന് ഇനി എന്ത് വേണം? അയാൾക്ക് ഇരട്ടി സമ്മാനം കൊടുത്തു. വേറെ ഒരാൾ വന്നു. അത് ജന്തർ മന്ദറിലൊക്കെ നമ്മൾ കണ്ട തലമുറയുടെ പ്രതിനിധിയായ ഒരാളായിരിക്കണം. അയാൾക്ക് ഇത്രയും ഭംഗി വാക്കുകളൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. അയാൾ പറഞ്ഞു, ഈ കുഞ്ഞും മരിക്കും. ഇന്ന് വായിക്കുമ്പോൾ എല്ലാ ഏകാധിപത്യങ്ങളും അവസാനിക്കും, എല്ലാ കോട്ടകൊത്തളങ്ങളും തുരുമ്പിക്കും, എല്ലാ സിംഹാസനങ്ങളും ₹1 ടിക്കറ്റ് എടുത്ത് കാണേണ്ട ഒരു കൗതുക വസ്തുവായി തീരും. ഇത് കേട്ട ഉടൻ ആ വീട്ടുകാർ രോഷാകുലരാവുകയും ഇദ്ദേഹത്തെ അടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ഇതാണ് അധ്യാപകൻ പറഞ്ഞ കഥ. എന്നിട്ട് ആ അധ്യാപകൻ വിശദീകരിച്ചു. നുണയാവാൻ സാധ്യതയുള്ള കാര്യങ്ങൾ പറഞ്ഞവർക്ക് സമ്മാനം ലഭിച്ചപ്പോൾ അനിവാര്യമായും സംഭവിക്കുന്ന സത്യം പറഞ്ഞവർ മർദ്ദിക്കപ്പെടുകയാണ് ഉണ്ടായത്. സത്യം പറഞ്ഞവർക്ക് മർദ്ദനം, നുണ പറഞ്ഞവർക്ക് സമ്മാനം. ഇതാണ് അധ്യാപകൻ പറഞ്ഞ കഥയുടെ ചുരുക്കം. അപ്പോൾ ആ ക്ലാസ്സിലെ കുട്ടികളെല്ലാം ഒരുമിച്ച് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു അത്രേ, ഈ കവിതയുടെ ഒരു ഘടന പഠിക്കേണ്ടതാണ്. തുടക്കത്തിൽ ഒരു കുട്ടി മാത്രം എഴുന്നേറ്റ് നിന്നിട്ടാണ് സർ എങ്ങനെയാണ് ഒരു അഭിപ്രായം പ്രകടിപ്പിക്കുക എന്ന് ചോദിച്ചത്. എന്നാൽ ഈ കഥ കേട്ടപ്പോൾ ഈ കുട്ടികളെല്ലാം കൂടി എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു അത്രേ, സർ ഞങ്ങൾക്ക് തല്ല് കൊള്ളരുത്, ഞങ്ങൾക്ക് സത്യം പറയണമെന്നുണ്ട്, പക്ഷേ തല്ല് കൊള്ളരുത് എന്നുമുണ്ട്, ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ അധ്യാപകൻ പറഞ്ഞു അത്രേ, നിങ്ങൾ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് പേപ്പർ ചോർന്നതിനെ പറ്റി പറയരുത്. ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന
ഒരു കൊള്ളരുതായ്മയെക്കുറിച്ചും പറയരുത്. നിങ്ങളെന്താണ് പറയുന്നത് എന്ന് നിങ്ങൾക്കോ മറ്റുള്ളവർക്കോ മനസ്സിലാവാത്ത വിധം ചൈനീസ് ഭാഷയിൽ കുറേ ശബ്ദങ്ങളാണ്. അത് ഇംഗ്ലീഷിൽ ഹാ ഹോ ഹേ എന്നൊക്കെയാണ്. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് കേൾക്കുന്നവർക്കും മനസ്സിലാവില്ല, നിങ്ങൾക്കും മനസ്സിലാവില്ല, നിങ്ങൾക്കൊരു അപകടം ഉണ്ടാവില്ല. അതാണ് കവിത. പക്ഷേ 2026 കുട്ടികൾ ജന്തർ മന്ദറിൽ വെച്ച് പ്രഖ്യാപിച്ചത് തല്ല് കൊണ്ടാലും ഞങ്ങൾ സത്യം പറയും എന്നവർ തീരുമാനിച്ചു. അതിനെയാണ് നമ്മൾ പ്രബുദ്ധ രാഷ്ട്രീയം എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് പലരും കരുതുന്നത് പോലെ CJP എന്ന് പറയുന്നത് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്നത്, പലരും അതിനെക്കുറിച്ചുള്ള വിശകലനങ്ങൾ നടത്തുന്നുണ്ട്. ആ വിശകലനങ്ങളിലൊക്കെ ശരികളുണ്ടാവാം. പക്ഷേ നമ്മൾ കാണാത്ത അതിൻ്റെ ഒരു അദൃശ്യ ലോകമുണ്ട്. ആ അദൃശ്യ ലോകം എന്ന് പറയുന്നത് 2026 മെയ് 3 നീറ്റ് പരീക്ഷ നടക്കുകയും മെയ് 5 ചോദ്യപേപ്പർ ലീക്കായി എന്ന വിവരം അറിയുകയും അതിൽ മനം നൊന്ത് 22 കുട്ടികൾ ആത്മഹത്യ ചെയ്യുകയും 10,000-കണക്കിന് കുട്ടികൾ, അതൊരു അടിവരയാണ്, അത് അടയാളപ്പെടുത്തപ്പെടുന്നില്ല. മാനസിക നില തെറ്റി ഒരുപക്ഷെ അത് വീണ്ടെടുക്കാൻ വലിയ പ്രയത്നം ആവശ്യമായി തീരും വിധം 10,000-കണക്കിന് കുട്ടികൾ, എത്രയോ മാസത്തെ നിരന്തരമായ പഠനം, അതിൻ്റെ പിരിമുറുക്കം, സംഘർഷം, ഇതെല്ലാമായി പരീക്ഷ എഴുതിയിട്ട് ആ ചോദ്യപേപ്പറൊക്കെ മുന്നേ മറ്റാർക്കൊക്കെയോ ലഭിച്ചിട്ടുണ്ട് എന്ന് കേൾക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന, ക്ഷേത്രത്തിൽ നിന്ന് മോഷണം പോയ ശ്രീകോവിലെ ഭക്തർ പരമപവിത്രമായി ആദരിക്കുന്ന വിഗ്രഹം മോഷ്ടിച്ചത് ക്ഷേത്രത്തിലെ തന്നെ മുഖ്യ പൂജാരിയാണ് എന്ന് പിറ്റേന്ന് പത്രത്തിൽ വായിക്കുമ്പോൾ ഭക്തർക്കുണ്ടാകുന്ന ഒരു നടുക്കമുണ്ടല്ലോ. ഏതെങ്കിലും ഒരു ലോക്കൽ കള്ളനാണ് അത് ചെയ്തതെങ്കിൽ അത്ര ടെൻഷൻ ഉണ്ടാവില്ല. ഇത് ചെയ്തത് പ്രധാന പൂജാരി തന്നെയാണ്, തങ്ങൾ വണങ്ങുന്ന, തങ്ങൾ പ്രസാദം വാങ്ങുന്ന അതേ പൂജാരി തന്നെയാണ് ഇത് മോഷ്ടിച്ചത് എന്നറിയുമ്പോൾ ഭക്തർക്കുണ്ടാകുന്ന ഒരു നടുക്കമുണ്ട്. അതേപോലെ വിദ്യാഭ്യാസ വ്യവസ്ഥക്കകത്തേക്ക് ഇടിച്ചു കയറിയ ഒരു ഗൂഢസംഘം, കോർപ്പറേറ്റ് ഫാസിസ്റ്റ് താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ഗൂഢസംഘം, വിദ്യാഭ്യാസത്തിൽ മാത്രമല്ല ചരിത്രത്തിലും നിയമത്തിലും മനുഷ്യബന്ധങ്ങളിൽ ആകമാനം നുഴഞ്ഞു കയറിയിട്ടുള്ള ഒരു വാണിജ്യ സംഘം. വിദ്യാഭ്യാസം വാണിജ്യവൽക്കരിക്കപ്പെടുന്നു, കോർപ്പറേറ്റ്വൽക്കരിക്കപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ പൊതുവിദ്യാലയങ്ങൾ അടച്ചുപൂട്ടപ്പെടുന്നത് മാത്രമല്ല അതിൻ്റെ പ്രശ്നം, മറിച്ച് പരീക്ഷ അടക്കം എന്തും, ചോദ്യപേപ്പർ അടക്കം എന്തും മാർക്കറ്റിൽ ലേലം ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വരുന്ന ഒരു പശ്ചാത്തലത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത്, ലൂഷൻ്റെ കവിതയിലെ കുട്ടികൾ അവർക്ക് സത്യം പറയണമെന്നുണ്ട്, പക്ഷേ തല്ല് കിട്ടരുത് എന്നുണ്ട്. എന്നാൽ 2026 മെയ്യിലെ 22 കുട്ടികളുടെ ആത്മഹത്യയും ലക്ഷക്കണക്കിന് കുട്ടികളുടെ മാനസികമായ അവസ്ഥ തെറ്റലും ഇതുമാത്രമാണോ കാരണം? അല്ല. പലരും വിചാരിക്കുന്നത് ഇത് നീറ്റ് പരീക്ഷയിലെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് നടന്നൊരു സമരമാണ്. അല്ല, ഈ സമരം 2026 ജൂൺ മാസത്തിൽ തുടങ്ങി ജൂലൈയിൽ തൽക്കാലം അവസാനിപ്പിക്കപ്പെട്ട സമരമാണ്. അല്ല, ഇത് ചുരുങ്ങിയത് 2014 മുതലെങ്കിലും ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായ നിരവധി സമരങ്ങളുടെ തുടർച്ചയിൽ സംഭവിച്ച ഒരു വൻ സമരമാണ്. അതല്ലാതെ ആകാശത്ത് നിന്ന് പെട്ടെന്ന്, ആകാശമാണല്ലോ അമേരിക്ക, അവിടുത്തെ ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പെട്ടെന്ന് ദീപക് അറ്റു വീണതല്ല. പകരം എത്രയോ സമരങ്ങൾ നടന്നു, എത്രയോ ഭീകരതകൾ ഇന്ത്യയിൽ നടന്നു. 2014 ഇന്ത്യ ചരിത്രത്തിലുള്ള പ്രത്യേകത, ഇന്ത്യ ചരിത്രം ഭാവിയിൽ എഴുതപ്പെടുമ്പോൾ 2014 മുമ്പ് 2014 ശേഷം എന്ന് കൃത്യം അടയാളപ്പെടുത്തപ്പെടും. കാരണം 2014 ശേഷം സംഭവിച്ചിരിക്കുന്നത് കോർപ്പറേറ്റ് താല്പര്യങ്ങളും ജാതി മേൽക്കോയ്മ താല്പര്യങ്ങളും ഉരുകിച്ചേർന്ന് ഒരു പുതിയ രാഷ്ട്രവ്യവസ്ഥ നിലവിൽ വന്നു കഴിഞ്ഞു. അതിനെയാണ് നവഫാസം എന്ന് വിളിക്കുന്നത്.
ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ പങ്കുവെക്കുന്നത് പ്രശസ്ത സാമൂഹ്യ ശാസ്ത്രജ്ഞ മീരാനന്ദയുടെ ഒരു പ്രയോഗമാണ് സ്റ്റേറ്റ് ടെമ്പിൾ കോർപ്പറേറ്റ് കോംപ്ലക്സ് എന്നാണ് ഇന്ത്യൻ അവസ്ഥയെ അവർ വിളിച്ചത്. അവരുടെ പുസ്തകത്തിൻ്റെ പേര് നമ്മൾ ഓർമ്മിച്ച് വെക്കുന്നത് നല്ലതാണ്. ആ പുസ്തകത്തിൻ്റെ പേര് ഗോഡ് മാർക്കറ്റ്. ഗോഡ് മാർക്കറ്റ്. ലോകത്തിലെല്ലായിടത്തും വിപണിയുണ്ട്, ലോകത്തിലെല്ലായിടത്തും കോർപ്പറേറ്റുവൽക്കരണമുണ്ട്. പക്ഷേ ഇന്ത്യയിലെ വിപണി വെറും വിപണിയല്ല, അത് ദൈവ വിപണിയാണ്. അവിടെയാണ് നവഭാസം എങ്ങനെയാണ് ഫിനാൻഷ്യൽ മൂലധനവുമായി ചേർത്ത് ഇന്ത്യൻ ജീവിതത്തിന് വെല്ലുവിളിയായിത്തീരുന്നത്. അതാണ് 2014 മുതൽ ഇന്ത്യയിലെ രാഷ്ട്രവ്യവസ്ഥ. ആ രാഷ്ട്രവ്യവസ്ഥയിൽ നടന്ന എത്രയോ ഭീകരതകൾ. അതിലൊരു ഭീകരത, ഫാസിസത്തെക്കുറിച്ച് പറയുമ്പോൾ എറിക് ഫ്രോമിൻ്റെ ഒക്കെ അനാട്ടമി ഓഫ് ഹ്യൂമൻ ഡിസ്ട്രക്റ്റീവ്നെസ് എന്നുള്ള പുസ്തകമൊക്കെ സാധാരണ, അതുപോലെ വിൽഹം റൈക്കിൻ്റെ മാസ് സൈക്കോളജി ഓഫ് ഫാസൊക്കെ സാധാരണ, ഇതുപോലെ വില്യം ഷിററിൻ്റെ പുസ്തകം, ഇതെല്ലാം നമ്മൾ പറയാറുണ്ട്. പസോളിനിയുടെ സിനിമ പറയും, പലതിനും പറയും. എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? ഭീകരത മനസ്സിലാക്കാൻ വേണ്ടിയാണ്. എന്നാൽ ഈ പുസ്തകങ്ങളിൽ ഒന്നും ഇല്ലാത്ത, ജർമ്മനിയിലോ ഇറ്റലിയിലോ ഒന്നും നടക്കാത്ത തരത്തിലുള്ള ഭീകരത ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. ഈ 2014 നമ്മൾ സംസാരിക്കുന്ന 2026 ഇടയിൽ എന്ന് കേട്ടാൽ പലരും വിശ്വസിക്കില്ല. അത് വിശ്വസിക്കാതിരിക്കാൻ പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഇന്ത്യയുടെ വിസ്മയിപ്പിക്കുന്ന വൈവിധ്യമാണ്. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ 4ാം ക്ലാസ്സിലെയോ 5ാം ക്ലാസ്സിലെയോ പാഠപുസ്തകം തിരുത്തിയാൽ ഇന്ത്യയിൽ ഒരു കുട്ടിയും അതറിയാൻ പോകുന്നില്ല. എന്നാൽ JNUവിലെ പാഠപുസ്തകം തിരുത്തിയാൽ, സിലബസ് മാറ്റിയാൽ, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ മാറ്റിയാൽ, ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ മാറ്റിയാൽ നമ്മളത് അറിയും. പക്ഷേ ഫാസിസ്റ്റുകൾ നിങ്ങൾക്കും എനിക്കും അറിയാൻ പാകത്തിൽ യൂണിവേഴ്സിറ്റിയിൽ പുസ്തകങ്ങൾ മാറ്റുന്നതിലല്ല, അതവർ ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മൾ അറിയാതെ പാഠപുസ്തകങ്ങൾ 2ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും ഒക്കെ മാറ്റുന്നുണ്ട്. അങ്ങനെ മാറ്റിയ പാഠപുസ്തകം പഠിച്ച ആവേശം കൊണ്ട ഒരാളാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭീകരത നടത്തിയത്. അയാളുടെ പേരാണ് ബാബു ബജ്രംഗി. തെഹൽക്കയുമായുള്ള അഭിമുഖത്തിൽ 2007 2002 ഗുജറാത്ത് വംശഹത്യയാണ്. ആ വംശഹത്യയിൽ നരോദ് പാട്ടിയയിൽ വെച്ച് ഏറ്റവും വലിയ ക്രൂരത കാണിച്ച പിടിക്കപ്പെട്ട ഒരാൾ ബാബു ബജ്രംഗിയാണ്. ആ ബാബു ബജ്രംഗി നമുക്കെല്ലാവർക്കും അറിയാം, കൗസർ ബാനുവിൻ്റെ വയറ്റിൽ കുത്തിയിട്ട് ഭ്രൂണം പുറത്തെടുത്തിട്ട് കൂട്ടബലാത്സംഗം നടത്തിയിട്ട് കൗസർ ബാനുവിനെയും ഭ്രൂണത്തെയും തീയിട്ട് ചുട്ട് കരിച്ച ഈ ഭീകരത നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ ബാബു ബജ്രംഗി പറഞ്ഞത്, ഞാനത് അഭിമാനിക്കുന്നു, അവസരം കിട്ടിയാൽ ഇനിയും ചെയ്യും. അപ്പോഴും തെഹൽക്കയുടെ പ്രതിനിധികൾ ചോദിച്ചു, ഇതിന് ചെയ്യണമെങ്കിൽ അതിനൊരു ഊർജം വരണമല്ലോ. അപ്പം അദ്ദേഹം പറഞ്ഞു, എന്നിൽ റാണാ പ്രതാപ് അവശേഷിക്കുന്നതായി, റാണാ പ്രതാപ് ആവേശിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. ആരാണ് റാണാ പ്രതാപ്? ഇന്ത്യയിലെ ഒരു ചെറുകിട പ്രാദേശിക രാജാവാണ്. എന്നാൽ ആ ചെറുകിട പ്രാദേശിക രാജാവിനെ ചരിത്രത്തിലില്ലാത്ത പല നുണകൾ കൊണ്ട് കൊഴുപ്പിച്ച് വലിയ ഒരു മിത്താക്കി മാറ്റാൻ ഇന്ത്യൻ ഫാസിസ്റ്റുകൾക്ക് കഴിഞ്ഞു. അങ്ങനെ റാണാ പ്രതാപൻ്റെ പാഠം പഠിച്ച ഒരാളാണ് അയാൾക്കിത് ചെയ്യാൻ. റാണാ പ്രതാപിന് ഇതിൽ പങ്കൊന്നുമില്ല, പക്ഷേ റാണാ പ്രതാപനെ ഒരു മിത്താക്കി മാറ്റി. രാജസ്ഥാനിലൊരു പ്രാദേശിക രാജാവാണ്, പക്ഷേ മുഗളന്മാരെയൊക്കെ തോൽപ്പിച്ച വലിയൊരു രാജാവാക്കി മാറ്റി. ആ രാജാവ് എല്ലാവരെയും അടിച്ച് തകർക്കുന്ന ഒരു ഭീകരനാക്കി അദ്ദേഹത്തെ അവതരിപ്പിച്ചു. അത് പഠിച്ച അവിടെയാണ് ഭീകരത. ഈ ഭീകരത ഒരു പക്ഷേ ഇന്ത്യയിൽ ജാതി മേൽക്കോയ്മയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിന് വേരുണ്ട്. ഒരു ഭീകരത കൂടി പറഞ്ഞിട്ട് ഈ വിഷയത്തിലേക്ക് ഞാൻ വരാം. അതായത് 2021 ആസാമിൽ നടന്ന, ഇതിന് സമാനമായി നമുക്ക് മറ്റൊന്ന് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മൊയ്നുൽ ഹക്ക് എന്ന ഒരാൾ, ഒരു പാവപ്പെട്ട മനുഷ്യൻ, അയാളുടെ വീടൊക്കെ വിരലുകൊണ്ട് ഉന്തിയ വീഴുന്ന വീട് ബുൾഡോസർ വെച്ച് തകർക്കുകയാണ്. അതിൽ പ്രതിഷേധിച്ചു മൊയ്നുൽ ഹക്ക്. ആ സമയത്ത് അയാളെ വെടിവെച്ച് അയാൾ മരിച്ചു കിടക്കുമ്പോൾ അയാളുടെ മൃതദേഹത്തിൽ ഡാൻസ് ചെയ്തു, മൃതദേഹ നൃത്തം. എറിക് ഫ്രോമൊക്കെ എഴുതിയിട്ടുണ്ട്, അതിൽ മൃതദേഹ നൃത്തമില്ല. അതിൽ നെക്രോഫീലിയ എന്ന് പറയുന്ന മൃതദേഹ ആസക്തിയുണ്ട്, ശവകാമുകതയുണ്ട്.
സാധാരണ പറയുന്ന ഉദാഹരണമാണ്, ഹിറ്റ്ലറുടെ ഒരു അമ്മൂമ്മ മരിച്ചു കിടക്കുകയാണ്, നല്ല തടിച്ച അമ്മൂമ്മയാണ്. ഹിറ്റ്ലർ കടന്നു വന്നു, അനുചരന്മാരും ഉണ്ട് കൂടെ. അമ്മൂമ്മയുടെ മൃതദേഹത്തിൽ നോക്കിയിട്ട് അയാൾ പറഞ്ഞു അത്രേ, ഈ തടിച്ചിയുടെ ശവശരീരം, മൃതശരീരം ചെറിയ പീസാക്കി മുറിച്ച് ചൂണ്ടലിലിട്ടിട്ട് കായലിലേക്കിട്ടാൽ എത്ര മീൻ പിടിക്കാമെന്ന് പറഞ്ഞ് ആ മരണ വീട്ടിൽ വെച്ച് അയാൾ പൊട്ടിച്ചിരിച്ചു അത്രേ. ഇതാണ് നെക്രോഫീലിക് ബലിതം, ശവകാമുകത. പക്ഷെ അവിടെ അത്രയേ ഉള്ളൂ. മരിച്ചു കിടക്കുന്ന ഒരാളുടെ മൃതദേഹം നോക്കിയിട്ട് അത് തുണ്ടമാക്കിയിട്ട് ചൂണ്ടലിട്ടാൽ കിട്ടുന്ന മത്സ്യവും അത് മുളക് തേച്ച് വറുത്ത് കഴിച്ചാൽ കിട്ടുന്ന രസവും ഒക്കെ ആലോചിച്ചുള്ള ചിരി മാത്രമേ ഉള്ളൂ. ഇവിടെ മൊയ്നുൽ-ഹക്ക് എന്ന പാവം മനുഷ്യൻ്റെ ശരീരത്തിൽ, മരിച്ചു കഴിഞ്ഞ മനുഷ്യൻ്റെ ശരീരത്തിൽ ഡാൻസ് നടത്തുകയാണ്. അത് വീഡിയോയിൽ എടുക്കുകയാണ്, അത് മുഴുവൻ കാണിക്കുകയാണ്. ഞാൻ പറയുന്നത് ക്രൊക്കോച്ച് പാർട്ടി ഏതോ ഇരുട്ടിടങ്ങളിൽ നിന്ന് ഇഴഞ്ഞു വന്നതല്ല. ഇന്ത്യൻ ഫാസം നടത്തിക്കൊണ്ടിരിക്കുന്ന തുടരുന്ന മനുഷ്യത്വ വിരുദ്ധതക്കെതിരെയുള്ള ഇടിവെട്ടായിട്ട് അത് രൂപപ്പെട്ടു വരുന്നത് ഈ തലമുറ എല്ലാം കാണുന്നുണ്ട്. അവർ അവരുടെ പഠനത്തിൽ മറ്റു പല കാര്യങ്ങളിൽ പരിമിതപ്പെട്ടിരിക്കുകയാണ്. അവർ കാണാത്തത് കൊണ്ടല്ല, പക്ഷേ അവർക്കൊരവസരം വന്നു. ആ അവസരത്തിൽ അവിടെ ഒരു കാര്യമുണ്ട്, അവിടെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥ. മുമ്പൊക്കെ ഈ കവികളൊക്കെ പൂക്കാസയൊക്കെ പരിഹസിച്ചിട്ടുണ്ട്. രാജാവിൻ്റെ മുഖമൊക്കെ ചന്ദ്രനെ പോലെ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. സത്യത്തിൽ അതിനെ പരിഹസിക്കേണ്ട കാര്യമില്ല, കാരണം രാജാവിൻ്റെ മുഖം ഭീകരമാണ് എന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് ചന്ദ്രനെക്കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ആദരണീയനായ ജസ്റ്റിസ് സൂര്യകാന്തിൻ്റെ ഉപമകളില്ലാത്ത പോരാട്ടത്തിൻ്റെ ഊർജമായി തീരുകയാണ് ഉണ്ടായിത്തീരുന്നത്. ഈ പോരാട്ടത്തിന് സമാനമായ മറ്റൊരു പോരാട്ടം ഇതുവരെ ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. അത് ഞാൻ വിശദീകരിക്കാം. മറ്റു പോരാട്ടങ്ങൾക്ക് അതിൻ്റെ മഹത്വമുണ്ട്, എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ പോരാട്ടം മാറിയത് എങ്ങനെയാണ് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. റേച്ചൽ കോറിയെ നമുക്ക് ഓർമ്മിക്കാവുന്നതാണ്. പ്ലേക്കാർഡൊക്കെ പിടിച്ചിട്ട് ഗസയിൽ ബുൾഡോസർ വരുമ്പോൾ വീട് പൊളിക്കാൻ നോക്കുമ്പോൾ അരുതേ എന്ന് പറഞ്ഞ് ഇന്റർനാഷണൽ സോളിഡാരിറ്റി മൂവ്മെന്റിന്റെ പ്രവർത്തകയായ അമേരിക്കക്കാരിയായ 23 വയസ്സുള്ള എവർഗ്രീൻ കോളേജിലെ വിദ്യാർത്ഥിയായ റേച്ചൽ കോറി തടയാൻ ശ്രമിച്ചപ്പോൾ ബുൾഡോസർ കയറ്റി റേച്ചൽ കോറിയെ കൊല്ലുകയാണ് ഉണ്ടായത്. എങ്കിൽ മുംബൈയിലെ മോഡൽ എന്നൊക്കെ പറഞ്ഞാൽ ഈ മോഡലുകളെ കുറിച്ചൊക്കെ നമുക്കൊരു ധാരണയുണ്ട്. അവരൊക്കെ ഈ ചുണ്ടിലിങ്ങനെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ഒരു ചെറിയ കുപ്പായമൊക്കെ ഇട്ട് ഇങ്ങനെ നടക്കുകയാണ്. അവരുടെ ചുണ്ടിലെ ലിപ്സ്റ്റിക്ക് അവരുടെ സ്വാതന്ത്ര്യം, അവരുടെ കുപ്പായം ചെറുതോ വലുതോ അവരുടെ സ്വാതന്ത്ര്യം. പക്ഷേ അവരുടെ ആത്മബോധം, അവരുടെ പ്രബുദ്ധത അവിടെയാണ്. കോരിച്ചൊരിയുന്ന മഴയത്ത് ശിവാജി പാർക്കിൽ നിന്ന് പോരാളികളായ പാറ്റ സമം പ്രക്ഷോഭം എന്ന് നാളെ ഇന്ത്യയിലെ എല്ലാ ഭാഷയിലെ ഡിക്ഷണറിക്കും അർത്ഥം കൊടുക്കേണ്ടി വരുന്ന തരത്തിലേക്ക് നമ്മുടെ അർത്ഥോൽപാദന വ്യവസ്ഥയിൽ തന്നെ ഒരു അട്ടിമറി സംഭവിച്ചിരിക്കുകയാണ്. ഈ ഒരൊറ്റ റിയാൻ എന്ന ഈ യുവതിയാണ് ഒറ്റക്ക് ഈ വാഹനം അവർ ഈ സമരത്തിൻ്റെ ഒരു ഐക്കണായിട്ട് വളർന്നു.